അഭിഭാഷകന്റെ പ്രതികരണമാണ്. ഉപാധികളെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അല്ലമീൻ പറയാം, പൾസർ സുനി ഇപ്പോൾ കോടതി നടപടികൾക്ക് ശേഷം പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക വൈകിട്ടാകും. അത് കൃത്യം സമയം നമുക്കറിയാനാകുന്നുണ്ടോ? കൃത്യസമയം നമുക്കറിയാനാവില്ല. ഇനി ജയിലിലെ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് കോടതി എന്നുള്ള ഉത്തരവിന്റെ പകർപ്പുൾപ്പെടെ ജയിലിലേക്ക് എത്തിച്ച് സൂപ്രണ്ടിനെ കൈമാറിയതിനു ശേഷം മാത്രമായിരിക്കും അവിടുത്തെ നടപടികൾ പൂർത്തീകരിക്കുക. കാരണം ഇന്ന് 2 കേസുകളിലാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട കേസിൽ ജാമ്യ വ്യവസ്ഥ കോടതി അംഗീകരിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റൊരു കേസിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ജാമ്യത്തിന്റെ ഉത്തരവും അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുമെല്ലാം ജയിലിൽ എത്തിച്ചതിനു ശേഷം മാത്രമായിരിക്കും ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. ഏതായിരുന്നാലും ഇന്ന് തന്നെ ഇറങ്ങാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പൾസർ സുനിയുടെ അഭിഭാഷകനും പങ്കുവെക്കുന്നത്. മറ്റ് ഈ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് ജയിലിലേക്ക് എത്തിക്കുന്നതിന് അധിക ദൂരമില്ല. ഇവിടുന്ന് ചുരുക്കം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വൈകാതെ എത്തിക്കാനാകും. വൈകുന്നേരത്തോടു കൂടി തന്നെ ആ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യാം. 7 മണി വരെ അത്തരത്തിൽ കോടതിയിൽ നിന്നുള്ള ഉത്തരവുകളൊക്കെ എത്തിച്ചാൽ പോലും 9 മണി വരെ പുറത്തിറങ്ങാനുള്ള അവസരമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ സുനിക്ക് പുറത്തിറങ്ങാനാകും. ഈ ജാമ്യക്കാരെയും അതുപോലെ തന്നെ കെട്ടിവെക്കേണ്ട തുകയൊക്കെ നേരത്തെ തന്നെ പ്രതിഭാഗം കരുതിയിട്ടുണ്ടാകും. സുനിയോട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒരു തരത്തിലുള്ള പ്രതികരണവും സുനി ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ആ ജാമ്യ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട കണ്ടീഷൻ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ അതിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഒരു പ്രതികരണവും നടത്താതെയാണ് സുനി മടങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയൊരു പ്രതികരണം അർത്ഥത്തിൽ സുനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. കാരണം കേസിൻ്റെ വിചാരണയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഒരുപക്ഷെ കേസിൻ്റെ വിധിയൊക്കെ വൈകാതെ വരാനിരിക്കുന്നു. അത്തരമൊരു നിർണായക ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനപ്പെട്ട പ്രതി, അതും 7.5 വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. സ്വാഭാവികമായും കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ കർശനമായി പാലിക്കാൻ ബാധ്യസ്ഥനാണ് പൾസർ സുനി. അതിലേതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ ലംഘനവും ഉണ്ടായിക്കഴിഞ്ഞാൽ ജാമ്യം പോലും റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് ലംഘിക്കാതെ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാനാകും. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ഇന്നുപോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഇപ്പോൾ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് മടങ്ങിയപ്പോഴും ഒന്നും പ്രതികരിക്കാൻ തയ്യാറാകാത്തത്. ഏതായാലും 7.5 വർഷത്തിന് ശേഷം പൾസർ സുനി ജാമ്യത്തിലിറങ്ങിയിരിക്കുന്നു. കർശന വ്യവസ്ഥകളാണ് കോടതിയും ജാമ്യത്തിൽ ഉപാധികളായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത്, ഒപ്പം ഒരു മൊബൈൽ ഫോണും ഒരു സിം കാർഡും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൻ്റെ തന്നെ വിവരങ്ങൾ, ഫോണിൻ്റെയും സിം കാർഡിൻ്റെയും വിവരങ്ങൾ കോടതിയെ അറിയിക്കുകയും ചെയ്യണം. അതോടൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ, സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനോ ഉൾപ്പെടെ ഒരു തരത്തിലുള്ള ശ്രമവും നടത്താൻ പാടില്ല എന്നുള്ള സാധാരണ ഉപാധികളും അതിൻ്റെ ഭാഗമായിട്ട് കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഉത്തരവ് അല്പസമയത്തിനകം പുറത്ത് കിട്ടുമ്പോൾ മാത്രമായിരിക്കും കൂടുതൽ വ്യക്തത, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് കോടതി നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാവുക. അതോടൊപ്പം ഈ തടവിൽ കഴിയുക, ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിയുന്ന കാലയളവിൽ ജയിലിൽ ഫോൺ ഉപയോഗിച്ചൊരു കേസ് കൂടി സുനിക്കെതിരെ ഉണ്ടായിരുന്നു. ആ കേസിലും ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് കോട്ടയത്ത് ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ആ കേസിൽ പൾസർ സുനിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഉച്ചയോടുകൂടി തന്നെ 11:30-12 മണിയോടുകൂടി തന്നെ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അനുവദിച്ച ജാമ്യത്തിൽ വിചാരണ കോടതി ജാമ്യ വ്യവസ്ഥകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. പിന്നീട് ജയിലിൽ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്രയും നേരം കാത്തിരുന്നത്. ആ നടപടികളും പൂർത്തിയാക്കിയാണ് പൾസർ സുനി പുറത്തേക്ക് പോയിരിക്കുന്നത്. ഏതായാലും കോടതി നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇനി ജയിലിലെ നടപടികൾ കൂടി, സബ് ജയിലിലെ നടപടികൾ കൂടി പൂർത്തീകരിച്ച വൈകുന്നേരത്തോടു കൂടി തന്നെ സുനിക്ക് പുറത്തേക്ക് ഇറങ്ങാനാകും. സ്മൃതി. ശരി, പൾസർ സുനി നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പുറത്തിറങ്ങുകയാണ്. ഇന്ന് വൈകിട്ടോടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങും. ജാമ്യം കർശന വ്യവസ്ഥകളോടുകൂടിയാണ്. ഇപ്പോൾ ജാമ്യ വ്യവസ്ഥകളാണ് ഇപ്പോൾ വിചാരണ കോടതി നിർദ്ദേശിച്ചത്. മാധ്യമങ്ങളോട് മിണ്ടരുത് എന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് പൾസർ സുനിക്ക് മുന്നിലുള്ളത്.